മറ്റു പുരാണങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഭാഗവതത്തിനുണ്ട്. രാവിലെ പറഞ്ഞു, ഭക്തിരസം ഏറ്റവും കൂടുതൽ ഭാഗവതത്തിലാണ്. ഭാഗവതം എന്നതിൻ്റെ ആദ്യ അക്ഷരം ഹകാരോ ഭക്തിവർദ്ധക. ഭ എന്ന അക്ഷരം തന്നെ സൂചിപ്പിക്കല് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്നർത്ഥത്തിലെന്നാണ്. ഇതിന് 18,000 ഗ്രന്ഥസംഖ്യയുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. ശ്ലോകം എന്നല്ല, ഗ്രന്ഥം. 32 അക്ഷരങ്ങളുടെ കൂട്ടത്തിനാണ് ഒരു ഗ്രന്ഥം എന്ന് പേര്. അങ്ങനെ 18,000 ഗ്രന്ഥങ്ങളുണ്ട് ഭാഗവതത്തിന്. 10 പുരാണ ലക്ഷണങ്ങളുണ്ട്, 335 അധ്യായങ്ങളുണ്ട്, 12 സ്കന്ധമുണ്ട്. ഇപ്പം അതിൽ പ്രഥമസ്കന്ധം പൂർത്തിയായി. പ്രഥമസ്കന്ധം അവസാനിപ്പിച്ച രംഗം ഗംഗാതീരത്ത് ശ്രീ പരീക്ഷിത്ത് ഭഗവത് ഭജനത്തിൽ ഇരിക്കുന്നു. മുന്നിൽ ധാരാളം ജനങ്ങള്, ഋഷീശ്വരന്മാര്, അത്രിർ, വസിഷ്ഠ, ചവന, ശരദ്വാൻ, അരിഷ്ട, നേമൃഭൃഗുരംഗിരാശ്ച. ബ്രഹ്മഋഷിമാര്, രാജഋഷിമാര് ഇവരെല്ലാം ഗംഗാതീരത്ത് വന്നിട്ടുണ്ട്. രാജാവിനൊരു ശാപം കിട്ടി എന്നറിഞ്ഞ സാധാരണ ജനങ്ങളും വന്നു ഗംഗാതീരത്ത്. ഈ വന്നുകൂടിയ സജ്ജനങ്ങളെ കണ്ട് പരീക്ഷിത്തവരോട് ചോദിക്കുക, മരണം തൊട്ടടുത്തെത്തി എന്നറിയുന്ന ഒരാൾ ആരുടെ നാമം ജപിക്കണം? മരണം തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്നറിയുന്ന ഒരാൾ ആരുടെ കഥകൾ കേൾക്കണം? ആരെ സ്മരിക്കണം? എൽ ശ്രോതവ്യം യത് സ്മർത്തവ്യം. മരണം എൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് വന്നവർ ആരുടെ നാമം ജപിച്ചാൽ, ആരുടെ കഥ കേട്ടാൽ, ആരെ ചിന്തിച്ചാൽ ഇനി ജനന മരണരഹിതമായൊരവസ്ഥയിലേക്ക് ജീവനെ എത്തിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഭാഗവതം നമുക്ക് വലിയൊരു ഉപദേശം പരീക്ഷത്തിലൂടെ തരാൻ പോവുകയാണ്. മരണഭയത്തെ ഇല്ലാതാക്കാൻ കഴിയും ഭാഗവതത്തെ അറിഞ്ഞാൽ. ശ്രദ്ധിക്കണേ, മരിക്കില്ലെന്നല്ല പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഞാൻ മരിക്കേണ്ടതാണല്ലോ എന്ന ഭയം, നമുക്കൊക്കെയുള്ള വലിയ ഭയം, ആ മരണഭയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഭാഗവതത്തെ അറിഞ്ഞാൽ മതി. നമുക്കൊക്കെ ഭയമില്ലേ ജീവിതത്തിൽ? അല്ലെ, എന്നെങ്കിലും മരിക്കണം എന്ന ചിന്ത തന്നെ, പ്രിയപ്പെട്ടത് പലതും ഉപേക്ഷിച്ച് വിടുന്നു പോവണ്ടി വരുമെന്ന ചിന്ത എത്രയാ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തലല്ലേ? ഭാഗവതത്തെ അറിയൂ. നശിക്കുന്നത് ശരീരമാണ്, ഞാനല്ല എന്ന ജ്ഞാനം ഭാഗവതം നമുക്ക് നേടിത്തരും. ശരീരമേ നശിക്കൂ. തക്ഷകൻ ദംശിക്കുന്നത് എൻ്റെ ശരീരത്തെയാണ്, എന്നെ അല്ല എന്ന 7ാമത്തെ ദിവസം പരീക്ഷിത്ത് തിരിച്ചറിയും. ഈ ശരീരമല്ല ഞാൻ, ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങളല്ല എൻ്റെ സുഖദുഃഖങ്ങൾ. ഈ ജ്ഞാനതലത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് ഭാഗവതം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരീക്ഷത്തിനെ പോലെ അല്ലെ, അതിലും കഷ്ടത നിറഞ്ഞ അവസ്ഥയിലല്ലേ നമ്മുടെ പോക്ക്? പരീക്ഷിത്ത് ഭാഗ്യവാന്. 7ാമത്തെ ദിവസം സൂര്യോദയം കഴിഞ്ഞെങ്കിലേ തക്ഷകൻ വരൂ, തന്നെ ദംശിക്കൂ. 7ാമത്തെ ദിവസം സൂര്യോദയം വരെ ഈ ശരീരത്തിനുള്ളിൽ ജീവൻ നിലനിൽക്കും. ഉറപ്പ് കിട്ടി. എന്നെയും നിങ്ങളെയും പോലുള്ള പരീക്ഷിത്തുമാർക്ക് ആ ഉറപ്പുണ്ടോ? ഉണ്ടോ? 7 ദിവസം എൻ്റെ ശരീരത്തിൽ ഇതുപോലെ ജീവൻ നിലനിൽക്കും ഉറപ്പുള്ളവരാണോ നമ്മൾ?
ഈ സപ്താഹജ്ഞാനയജ്ഞം തീരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നുറപ്പുണ്ടോ നമുക്ക്? ഇല്ല, പ്രതീക്ഷയുണ്ട്. ഭാഗവത സംഗ്രഹമൊക്കെ കേട്ട് ഭാഗവതമൊക്കെ സമർപ്പിച്ച് ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റൂ. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരാം ഈ മരണം. തൊട്ടടുത്ത് ആസന്ന മൃത്യു എന്നൊരു പ്രയോഗമുണ്ട് ഭാഗവതത്തില്. തൊട്ടടുത്തുള്ളതാണ് ഈ മരണം. അല്ലേ? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് കണ്ണടയ്ക്കുക, പിന്നിലേക്ക് മറിയുക, കഴിഞ്ഞു. ഇന്നിപ്പോ ഫേസ്ബുക്കിലൊക്കെ കാണാനുണ്ട്. ഒരു 7-8 സ്ത്രീകള് സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷത്തോടെ ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ അവർ ഡാൻസ് ചെയ്യുന്നു. അതിലൊരാൾക്കൊരസ്വസ്ഥത, ആ സ്റ്റേജിൽ നിന്ന് പിന്നിലേക്ക് പോയി ഇറങ്ങുമ്പോഴേക്കും ആളിൻ്റെ ജീവിതം അവസാനിച്ചു. വെള്ളത്തിലെ കുമിള കണക്ക് രാമായണത്തിലും ഹരിനാമകീർത്തനത്തിലും ഒക്കെ പറയും. വെള്ളത്തിലൊരു കുമിള വന്നുയരാനും അത് പൊട്ടി ഇല്ലാതാവാനും എത്ര സമയം വേണോ അത്രയേ ഉള്ളൂ ഈ ജീവിതമെന്ന്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്ന അവസ്ഥയിലുള്ള നമ്മുടെ മുഴുവൻ ബാധിക്കുന്ന ചോദ്യമാണ് പരീക്ഷിത്ത് ഇവിടെ ചോദിക്കുന്നത്. അതിനവിടെ കൂടിയ ഋഷീശ്വരന്മാരാരും മറുപടി കൊടുക്കുന്നില്ല. മോശക്കാരല്ല. ഭാഗവതം രചിച്ച വേദവ്യാസ മഹർഷിയുണ്ട് ഈ കൂട്ടത്തില്. ഭാഗവതം രചിക്കാൻ വ്യാസമഹർഷിക്ക് പ്രേരണ കൊടുത്ത നാരദനുണ്ട് ആ സദസ്സില്. വ്യാസന്റെ പിതാവ് പരാശര മഹർഷിയുണ്ട്, അത്രിയുണ്ട്, വസിഷ്ഠനുണ്ട്, ശവന മഹർഷിയുണ്ട്. ഈ മഹാത്മാക്കൾ ആരും പരീക്ഷിത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ ധാവട ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് വ്യാസപുത്രനായ ശുഗപരബ്രഹ്മ ഋഷി എത്തിച്ചേരുന്നു, ഭാഗവതം ഉപദേശിക്കുന്നു. ഭാഗവതത്തിന്റെ 2ാം സ്കന്ധം മുതൽ പരീക്ഷിത്ത് ശുക സംവാദമാണ് ഭാഗവതം. നമ്മുടെ എല്ലാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ പ്രത്യേകതയാണ് ചോദ്യ ഉത്തര രൂപത്തിലാണ് ഇതിൻ്റെ പോക്ക്. ഒരാളോ ഒന്നിലധികം ആളുകളോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കലാണ് പുരാണങ്ങളുടെ രീതി. രാവിലെ ഭാഗവതം ആരംഭിച്ചത് നൈമിഷ തപോവനത്തിലെ സൂത ശൗനക സംവാദമായിരുന്നെങ്കിൽ 2ാം സ്കന്ധം മുതൽ ഭാഗവതത്തിനൊരു മാറ്റം. ഗംഗാതീരത്തിരുന്ന് പരീക്ഷിത്ത് ശുഗസംവാദമായിട്ടായി ഭാഗവതം. പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഗംഗാതീരത്തേക്ക് ശുഗപരബ്രഹ്മ ഋഷി വരുന്നു. വരുന്ന ആളിൻ്റെ വേഷം കണ്ടിട്ടോ രൂപം കണ്ടിട്ടോ എന്തോ അവിടെ കൂടിയ സ്ത്രീകളും കുട്ടികളും ഒക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഋഷീശ്വരന്മാരൊക്കെ പ്രത്യുത്ഥിതാസ്തേ മുനയശ്വാസനേഭ്യ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ശുഗപരബ്രഹ്മ ഋഷിയെ കണ്ട് ബ്രഹ്മഋഷിമാർ എഴുന്നേറ്റു വന്ദിച്ചു. കൂക്കുവിളിയൊക്കെ ക്ഷണം കൊണ്ട് നിന്നു. ഈ ശുഗപരബ്രഹ്മ ഋഷി പ്രായം കൊണ്ട് 16 വയസ്സുകാരനാണെങ്കിലും യോഗ്യനാണ് എന്നവിടെ കൂടിയവർക്ക് പിടികിട്ടി. ബ്രഹ്മഋഷിമാരെഴുന്നേറ്റ് വന്ദിക്കുന്നു ശുഗനെ. പരീക്ഷിത്തും ചെന്ന് നമസ്കരിച്ചു. പലരോടും ചോദിച്ചുത്തരം കിട്ടാത്ത ചോദ്യം ഇവിടെ ചോദിക്കുക, ഞാൻ ആരുടെ കഥ കേൾക്കണം മഹർഷേ? മരണം ദാ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഞാൻ ആരുടെ നാമം ജപിച്ചാൽ, ആരെ ചിന്തിച്ചാൽ ഇനി ഈ ജീവന് ജനിക്കാനും മരിക്കാനും ഇടയാവാത്ത അവസ്ഥ വരും, മോക്ഷമുണ്ടാവും. ഈ ചോദ്യത്തിനുത്തരമാണ് 2ാം സ്കന്ധം. ആദ്യം തന്നെ ചോദ്യം ചോദിച്ച ആളിനെ അഭിനന്ദിച്ചു ശുഗപരബ്രഹ്മ ഋഷി. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ. പരീക്ഷിത്തെ,
അങ്ങയെപ്പോലുള്ള ഭക്തന്മാർക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ തോന്നും. എന്താ ചോദ്യത്തിന്റെ പ്രത്യേകത? ലോകഹിതം നൃപ. അങ്ങിപ്പോ ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ അത് ലോകഹിതം, ഈ ലോകത്തിന് മുഴുവൻ നന്മയ്ക്ക് കാരണമാവും. പരീക്ഷത്തെ അങ്ങേക്ക് വേണ്ടി മാത്രം ചോദിച്ച ചോദ്യമല്ലല്ലോ ഇത്. ഈ ലോകത്തിന് വേണ്ടി ചോദിച്ച ചോദ്യമായതുകൊണ്ട് ചോദ്യം നന്നായി. ശ്രദ്ധിക്കണേ, പരീക്ഷത്തിന് വേണ്ടി ചോദിച്ച ചോദ്യമാണെങ്കിൽ എന്ത് ചോദിക്കണം? 7ാമത്തെ ദിവസം രാവിലെ പാമ്പ് കടിയേറ്റ് മരിക്കാൻ യോഗമുള്ള ആൾ എന്ത് കേൾക്കണം? അത് മാത്രം ചോദിച്ചാൽ മതി. പക്ഷേ പരീക്ഷത്തിന്റെ ചോദ്യം അങ്ങനല്ല. മരണം തൊട്ടടുത്തുള്ളവർ. വ്യത്യാസവാദം. 7ാമത്തെ ദിവസം പാമ്പ് കടിയേറ്റ് മരിക്കൽ എന്നായിരുന്നെങ്കിൽ പരീക്ഷത്തിന് വേണ്ടിയുള്ള ചോദ്യം. മരണം തൊട്ടടുത്തുള്ളവർ എന്ന് പറഞ്ഞതോടെ അത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ചോദ്യമായി. അതാണ് ആ ചോദ്യത്തിന്റെ മഹത്വം. ശുകപരബ്രഹ്മ ഋഷി അനുമോദിച്ചു. പരീക്ഷത്തെ, അങ്ങയുടെ ചോദ്യം വളരെ നന്നായിരിക്കുന്നു. ലോകഹിതമാണങ്ങ് ചോദിച്ചത്. അങ്ങ് അറിയേണ്ടത് എന്താ? എന്നെ എൻ്റെ പിതാവ്, എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന ശ്രീമദ് ഭാഗവതമുണ്ട്. അത് ഞാൻ ഉപദേശിക്കാം, കേട്ടോളൂ. ആത്മതത്വത്തെ അറിയാൻ ഭാഗവതമാണ് നല്ലത്. പരീക്ഷത്തെ, അങ്ങേക്ക് പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. 4 വേദം പഠിച്ചിട്ടുണ്ട്, 18 പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട്, 108 ഉപനിഷത്തുകൾ അറിയാം. ഇതിലേത് വേണമെങ്കിലും അങ്ങേക്ക് 7 ദിവസം പറഞ്ഞു തരാൻ എനിക്ക് കഴിയും. പക്ഷെ അങ്ങേക്ക് അറിയേണ്ടത് ആത്മതത്വമാണ്. ആ ആത്മതത്വം ബോധിപ്പിക്കാൻ ഭാഗവതത്തിന് കഴിയുന്നതുപോലെ മറ്റൊരു പുരാണങ്ങൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാഗവതം ഞാൻ ഉപദേശിക്കാം. സജ്ജനങ്ങളെ, ഭാഗവതത്തെ അറിയുന്നതോടെ ആത്മബോധം ജനിക്കും. നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ ഉയർത്താനാണ് ഭാഗവതം. ഇത് നല്ല കഥകളാണ്. ഇനിയിപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും പരീക്ഷത്തിന്റെ കഥ പോലെ, ഹിരണ്യാക്ഷന്റെ കഥ പോലെ, ധ്രുവചരിതം പോലെ, പ്രഹ്ലാദചരിതം പോലെ നല്ല നല്ല കഥകളാണ്. പക്ഷേ കഥയായിട്ട് കേൾക്കാൻ മാത്രമല്ല, ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന തത്വമുണ്ട്. ആത്മതത്വത്തെ അറിയാനാണ് ഭാഗവതം. മരണഭയം അതോടെ നമ്മളിൽ നിന്നില്ലാതായിത്തീരും. ഭഗവത്ഗീതയും ഭാഗവതവും താരതമ്യം ചെയ്ത ആചാര്യന്മാര് പറയും. കുരുക്ഷേത്ര യുദ്ധമധ്യത്തില് ആയുധം താഴെ വീണ് തളർന്ന അർജുനന് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല കൃഷ്ണ എന്ന് പറഞ്ഞ അർജുനന് ഭഗവാൻ ഗീതോപദേശം ചെയ്തു. അർജുന വിഷാദയോഗത്തിലാണ് ഗീത ആരംഭിക്കല്. 18 അധ്യായങ്ങൾ പൂർണ്ണമാവുന്നതോടെ അർജുനൻ ആയുധമെടുത്തു. നോക്കൂ, കർമ്മം ചെയ്യാൻ, ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കലാണ് ഗീതോപദേശമെങ്കിൽ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി എല്ലാം ഈശ്വരാർപ്പണമാക്കി മാറ്റി ഈ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഉപദേശിക്കലാണ് ഭാഗവതം. 2 സാഹചര്യത്തിലാണ് ഭാഗവതവും ഗീതയും നിലനിൽക്കലെന്ന. ഒന്ന്, കർമ്മം ചെയ്ത് മുന്നേറാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഒന്ന് കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമാക്കി അവസാനിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ പരീക്ഷത്തിന് ഉപദേശം കൊടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ പറഞ്ഞു, സൂര്യവംശത്തിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു പരീക്ഷത്തെ. പേര് ഖട്വാങ്കൻ എന്നായി. ദേവലോകത്തു പോയി ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോലും കഴിവുള്ള മഹാപരാക്രമിയായിരുന്നു ഖട്വാങ്ക മഹാരാജാവ്. ഒരിക്കലൊരു ദേവാസുര യുദ്ധം കഴിഞ്ഞ് അങ്ങനെ ദേവലോകത്തിരിക്കുമ്പോൾ ദേവേന്ദ്രനോട് ചോദിച്ചു,
ഇന്ദ്ര, ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു പോയാൽ ആയുസ് എനിക്ക് എത്രത്തോളം ബാക്കിയുണ്ട്? ദേവേന്ദ്രൻ കണക്കുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, 1 മുഹൂർത്ത സമയം. 1 മുഹൂർത്തം എന്നാൽ 1 മണിക്കൂറിൽ താഴെ സമയം, 45 മിനിറ്റിനടുത്തേ സമയം. ഇത്രയേ തനിക്ക് ആയുസ്സിനിയുള്ളൂ എന്നറിഞ്ഞ ഖട്വാങ്കൻ ദേവലോകം ഉപേക്ഷിച്ചു ഭൂമിയിൽ വന്ന് ഭഗവത് ഭജനം നടത്തി മുക്തനായി. പരീക്ഷിത്തെ, അങ്ങെന്തിനു ഭയപ്പെടണം? വെറും 1 മണിക്കൂറിൽ താഴെ ആയുസ്സുണ്ടായിരുന്ന ഖട്വാങ്ക മഹാരാജാവിനു പോലും ഭഗവത് ഭജനം കൊണ്ട് മുക്തനാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് 7 ദിവസമില്ലേ ആയുസ്? എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ഭാഗവതമുണ്ട്, അങ്ങേക്ക് ഉപദേശിക്കാം. അങ്ങേക്കും മോക്ഷത്തിലേക്കെത്താം. യാതൊരു ഭയപ്പാടും വേണ്ട. നമ്മളോടും ഇന്ന് ശ്രീമദ് ഭാഗവതം പറയുകയാ, സജ്ജനങ്ങളെ, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിച്ചു തീർത്തു എന്ന് നോക്കണ്ട. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഈ ഭാഗവതത്തെ അറിയാനും ഭഗവാനോടടുക്കാനും നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഭഗവത് അനുഗ്രഹത്തിലേക്കെത്താം. 1 മണിക്കൂറിൽ താഴെ ആയുസ്സുള്ള ഖട്വാങ്കന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെറും 7 ദിവസം മാത്രം ആയുസ്സുണ്ടായിരുന്ന പരീക്ഷിത്ത് മുക്തനായി മാറിയെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഭയപ്പെടല്? ഇത്രയും കാലം ഞാൻ ഭാഗവതം കേട്ടില്ലല്ലോ, ഇത്രയും കാലം ഒരു ഭാഗവതം നോക്കിയിരുന്നില്ലല്ലോ. ഒരു പശ്ചാത്താപവും നമുക്ക് വേണ്ടെന്നാ. ഇനി അങ്ങോട്ടുള്ള കാലം ഈ ഭാഗവതത്തെ അറിയാൻ, ഭഗവാനോടടുക്കാൻ, ജീവിതത്തെ അതിനൊന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുമോ? അതുമാത്രം മതി. ജന്മലാഭ പരപുംസാമന്തേ നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി ജന്മലാഭ. ലാഭനഷ്ടങ്ങൾ എഴുതിക്കൂട്ടുന്ന ഒരു കണക്കു പുസ്തകമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഒരു ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതിൽ ലാഭത്തിൻ്റെ കണക്ക് വർദ്ധിച്ചു നിൽക്കണമെങ്കിൽ ശുഗപരബ്രഹ്മ ഋഷി പറയുന്നു, നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി. അന്ത്യനിമിഷത്തിലെങ്കിലും നാരായണ സ്മൃതി ഉണ്ടായാൽ ജീവിത ലാഭമുണ്ടാവും. അന്ത്യനിമിഷത്തിലെങ്കിലും. ഇനി ഗജേന്ദ്രന്റെ കഥ വരുന്നില്ലേ ഭാഗവതത്തില്? എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള കഥയാ. ഇനി എൻ്റെ തുമ്പിക്കൈ കൂടിയേ വെള്ളത്തിൽ മുങ്ങാനുള്ളൂ എന്ന് വന്ന അവസാന നിമിഷം, അവസാന ശ്വാസത്തിലാണ് ഗജേന്ദ്രൻ ഒരു താമരപ്പൂവ് പൊട്ടിച്ചെടുക്കുന്നത്, ഭഗവത് പാദത്തെ സങ്കൽപ്പിച്ച് സമർപ്പിക്കല്. ശ്രീഹരിയായി വന്ന് ഭഗവാൻ ആ താമരപ്പൂവ് പാദങ്ങളിൽ സ്വീകരിച്ചു, ഗജേന്ദ്രനെ രക്ഷിച്ചനുഗ്രഹിച്ചു എന്ന. അന്ത്യനിമിഷത്തിലെങ്കിലും നാരായണ സ്മൃതി ഉണ്ടാവട്ടെ. അജാമിളന്റെ കഥ വരുന്നു 3-ാം ദിവസം. സ്വന്തം പുത്രനെ മനസ്സിൽ കണ്ടിട്ടാണെങ്കിലും ഭഗവാന്റെ നാമം അത് അന്ത്യനിമിഷത്തിൽ ജപിച്ച അജാമിളന് ഭഗവത്ഗതിയിലേക്കെത്താൻ കഴിഞ്ഞു. പന്ത്യത്തിലെങ്കിലും നാരായണ സ്മൃതി വേണമെങ്കിൽ സജ്ജനങ്ങളെ, മാറാടിക്കാവിൽ അമ്മയുടെ തിരുസന്നിധിയിൽ വളരെ കാലത്തിന് ശേഷം നമ്മൾ നടത്തുന്ന ഈ മഹാസത്സംഗത്തിൽ നമ്മൾ ഉറച്ചു തീരുമാനമെടുത്തോളുക. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം ഭഗവത് സ്മരണയോടുകൂടിയാവൂ. പറ്റുമ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പോവും, പറ്റുന്നതുപോലെ ഈശ്വരധർമ്മങ്ങൾ ഈ ശരീരം കൊണ്ട് അനുഷ്ഠിക്കും. അല്ലാത്ത സമയമൊക്കെ ഭഗവത് സ്മരണയോടെ വീട്ടിലാവട്ടെ, ജോലിസ്ഥലത്താവട്ടെ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, നാരായണ സ്മൃതി, നാരായണ സ്മരണയോടുകൂടി ജീവിക്കുക. കർമ്മങ്ങളെ നാരായണാർപ്പണമാക്കി മാറ്റുക. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം എന്ന ഭാവം കുറച്ചു കൊണ്ടുവന്ന് ഞാൻ നാരായണന് വേണ്ടി അർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ
ഒരാൾക്ക് കഴിയണമെന്ന. ഞാൻ ഉണരുന്നതും ഞാൻ കുളിക്കുന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നതും ഞാൻ പഠിക്കുന്നതും ഇതൊക്കെ ഇപ്പം എനിക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുന്നു എങ്കിൽ, ഇതൊക്കെ ഞാൻ ഈശ്വരാർപ്പണത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ അത് ജീവിത ലാഭം. ഞാൻ രാവിലെ ഉണരുന്നു, മാറാടിക്കാവിൽ അമ്മയുടെ സന്നിധിയിൽ പോയി തൊഴണം. ഞാൻ രാവിലെ തന്നെ കുളിച്ച് തയ്യാറാവുന്നു ആ മാറാടിക്കാവിൽ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാൻ. നോക്കൂ, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നാരായണന് വേണ്ടി എന്ന് സ്മരിച്ച് ചെയ്യണമെന്നാണ്. ഇപ്പം നമ്മൾ സംഭാരം കുടിച്ചു, നല്ല ചൂടാണ്, നല്ല ക്ഷീണമാണ്. എൻ്റെ ക്ഷീണം മാറാൻ ഞാൻ ആ സംഭാരം കുടിച്ചു എന്നും ചിന്തിക്കാം. ക്ഷീണം കൂടാതെ ഇവിടെ ഇരുന്ന് ഭാഗവതം മനനം ചെയ്യണം എനിക്ക്. ഇവിടെ പറയുന്നതും ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ എൻ്റെ ക്ഷീണം മാറണം. അതിന് ഞാൻ ആ സംഭാരം കുടിച്ചു എന്നും ചിന്തിക്കാം. അല്ലേ? ഒരു ചെറിയ കർമ്മത്തെ 2 തരത്തിലും നമുക്ക് സങ്കല്പിച്ച് ചെയ്യാം. ഒന്ന് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു എന്നായി, ഒന്ന് എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി എന്ന ഭാവത്തിലായി, മറ്റൊന്ന് ആ ഈശ്വരന് വേണ്ടി ഞാനത് ചെയ്തു എന്നായി. ഇവിടെ തളർച്ച കൂടാതിരിക്കണം എനിക്ക് 7 ദിവസം, അതിന് ഞാനിത് ചെയ്യുന്നു. ഇപ്പൊ ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ മാറ്റണം എന്നവിടെ പറഞ്ഞു കൊടുത്തു. ഈ 14 ലോകങ്ങളെയും അതിൽ കാണുന്ന സകല വസ്തുക്കളെയും ഭഗവാന്റെ രൂപമായിട്ട് സങ്കല്പിക്കൽ, അതാണ് വിരാട് പുരുഷ രൂപം. അടുത്ത അധ്യായം. പരീക്ഷിത്ത് രാജാവിന് ആദ്യം ശുഗപരബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് വിരാട് പുരുഷ രൂപം. പുരുഷ സൂക്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അനേകായിരം മുഖങ്ങളും അനേകായിരം കണ്ണുകളോടും ഒക്കെ കൂടിയ ഒരു വിരാട് പുരുഷനെ സ്തുതിക്കലാണ് പുരുഷ സൂക്തം. അത് തന്നെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. ഈ 14 ലോകങ്ങളും അതിൽ കാണുന്ന സകല വസ്തുക്കളും ഭഗവാൻ വിഷ്ണുവിൻ്റെ അവയവങ്ങളാണ്. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാർഷ്മി പ്രപദേരസാതലം മഹാതലം വിശ്വസൃജോദഗുൽഭോ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേ ജാനുനീ സുതലം വിശ്വമൂർത്തേരൂരുദ്വയം വിതലം ച അതലം ച മഹീതലം തജ്ജഗനം. നോക്കൂ, 14 ലോകങ്ങളിൽ ഏറ്റവും താഴെ ഒരു ലോകമുണ്ട്, പാതാളം. ആ പാതാളം എന്ന ലോകം വിരാട് പുരുഷനായ ഭഗവാന്റെ പാദമൂലം, പാദത്തിൻ്റെ അടിത്തൊട്ടാണ് പാതാളം. ഓരോ ലോകങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങൾ. സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ നേത്രങ്ങൾ. ഇങ്ങനൊരു വിരാട് പുരുഷ രൂപം. എന്തിനു വേണ്ടിയാണ് പരീക്ഷത്തിന് ഇത് പറഞ്ഞു കൊടുത്തതെന്നോ? അടുത്തതിൻ്റെ അടുത്ത അധ്യായത്തിൽ പറയും, തസ്മാൽ സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദാ. ഹരി സർവത്ര സർവദാ. ഭഗവാൻ ഹരി എവിടെയാ? അല്ലെ, നമ്മളോടൊക്കെ ഭഗവാൻ എവിടാണ് എന്ന് ചോദിച്ചാൽ ഗുരുവായൂരിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടും. അല്ലെ, മഹാദേവി എവിടാണെന്ന് ചോദിച്ചാൽ മാറാടിക്കാവിലെ ശ്രീലകത്താണ് ദേവി എന്ന് നമ്മൾ പറയും. എന്നാൽ ഭാഗവതം പറയുന്നു ഹരി സർവത്ര, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ, സർവദാ എല്ലായ്പ്പോഴും ഉള്ളവൻ. ഒരു പ്രത്യേക സമയത്തോ ഒരു പ്രത്യേക സ്ഥലത്തോ മാത്രമല്ല ഈശ്വരൻ,
എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. വേദം പറയും, അണുക്കളിൽ വച്ച് പരമാണുവായിട്ടുള്ളതിലും ഞാനാണ്. ഈ പ്രപഞ്ചത്തിൽ വലുപ്പമുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പം കൂടിയതിലും ഞാൻ തന്നെ പ്രകാശിക്കുന്നു. ഈശ്വരന്റെ ചൈതന്യമില്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ലെന്ന് പറയാനാം. ഒരു പുൽനാമ്പിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരന്റെ ചൈതന്യവാ. പിന്നെ എന്തിനാ ക്ഷേത്രം? എല്ലാത്തിലും ഈശ്വരനാണെങ്കിൽ വീട്ടിലിരുന്നാലും പോരെ നമുക്ക്? അമ്പലത്തിൽ വരണോ, യജ്ഞശാലയിൽ വരണോ, ഗുരുവായൂർ പോകണോ, കൊടുങ്ങല്ലൂർ പോകണോ? ക്ഷേത്രങ്ങൾ ഒരു വലിയ അനുഭൂതി നമുക്ക് തരും. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നന്നായിട്ട് അനുഭവിപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. ഇപ്പൊ വായു ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആ വായുവിനെ നന്നായിട്ട് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഫാൻ എന്നൊരു ഉപാധി, ഒരു വിശറി, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എല്ലായിടത്തുമുള്ള കാറ്റിനെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റൂ. ഇപ്പൊ സകല ചരാചരങ്ങളിലും, എല്ലാ പുൽനാമ്പിലും, സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ദേവിയെങ്കിലും ആ മഹാദേവിയെ നന്നായിട്ട് അനുഭവിപ്പിക്കാൻ ഇത്തരം ക്ഷേത്രങ്ങളിലെ സാന്നിധ്യം, നമ്മളിവിടെ വരുന്നതുകൊണ്ട്, ഇവിടെ കുറച്ചു സമയം ഇരുന്ന് നാമം ജപിക്കുന്നതുകൊണ്ട്, ഇവിടെ തൊഴുത് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുന്നതുകൊണ്ട്, ഇവിടെ നിന്നൊരു പ്രസാദം ലഭിക്കുന്നത് അനുഭവിക്കുന്നതിലൂടെ ആ മഹാദേവി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാവുക. എല്ലായിടത്തുമുള്ള കാറ്റിനെ ഫാൻ എങ്ങനെ നന്നായിട്ട് നമുക്ക് എത്തിച്ചു തരുന്നോ, അതുപോലെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി ഭഗവത് ചൈതന്യത്തെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നന്നായി നമ്മൾ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ടാണ് മഹായോഗികളൊക്കെ ആയിട്ട് മാറുമ്പോൾ അവർക്ക് പിന്നെ ക്ഷേത്രം വേണം, ഒരു വിഗ്രഹം വേണം, അവിടെ ഒരു പൂജ വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഒന്നാമത്തെ ചവിട്ടുപടിയാണ് ക്ഷേത്രം. അവിടെ രൂപമുള്ള ദേവിയുടെ വിഗ്രഹം, അത് കാണുമ്പോൾ ദേവിയെ നമുക്ക് ഓർമ്മ വരും. അത് നന്നായിട്ട് മേൽശാന്തി പൂക്കളും മാലയും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ച് വെക്കുമ്പോൾ കൂടുതൽ നമുക്ക് സംതൃപ്തി കിട്ടും. കുറേ നാൾ ആ ദേവിയെ വന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ അടുത്ത പടിയിലേക്ക് ഉയരും. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ചൊരമ്പലമില്ലെങ്കിലും, ഒരു വിഗ്രഹത്തെ കണ്ടില്ലെങ്കിലും ആ മഹാദേവിയെ നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ വേണ്ടെന്നല്ല, അവിടെ പൂജകൾ വേണ്ടെന്നല്ല, ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഉയരും തോറും സകാമമായ ഭഗവത് ആശ്രയം മാറി നിഷ്കാമമായ ഭഗവത് ഭജനത്തിലേക്ക് നമ്മൾ ഉയരണം.